ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാലൻറ്റ് പ്ലസ് ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷകളിലും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന ഒരു ഭാഗം. അതിൽ നമുക്ക് പഠിക്കാനുള്ള വളരെ ചോദ്യ സാധ്യതയുള്ളൊരു മേഖലയാണ് ഈ ഗവേണൻസ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഗവേണൻസ് സോഫ്റ്റ്വെയറുകളെ കുറിച്ച് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. സംവേദിത, സൂചിക, സഞ്ചയ ഇവയെല്ലാം നമ്മൾ പഠിച്ചിരിക്കേണ്ട സോഫ്റ്റ്വെയറുകളാണ്. എന്തിനു വേണ്ടിയിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം. അതിനു മുമ്പേ ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ക്ലാസ് ചെയ്യുന്നതിനിടയിൽ ഞാൻ ചോദിക്കുന്ന 2 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ആളുകൾ കമന്റായി ഉത്തരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറണ്ട് അഫയേഴ്സിന്റെ എണ്ണം കൂട്ടാം. ഇന്ന് നമുക്കൊരു സാമ്പിളായിട്ട് 2 ചോദ്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ ഞാൻ ചോദിക്കുന്നുള്ളൂ. അതിനുത്തരം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. ഓക്കെ, നമുക്ക് വേഗം ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ എന്നതാണ് ആദ്യത്തെ ചോദ്യം. ഉത്തരം സാഖ്യ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷന്റെ പേരാണ് സാഖ്യ. അത് സെറ്റായ ഇൻഫർമേഷൻ കേരള മിഷൻ IKM വികസിപ്പിച്ചെടുത്തതാണ് സാഖ്യ എന്ന സോഫ്റ്റ്വെയർ എന്നുകൂടെ മനസ്സിലാക്കുക. ഈ സാഖ്യ എന്ന സോഫ്റ്റ്വെയർ ആരാണ് വികസിപ്പിച്ചെടുത്തത്? അതും എന്തിനു വേണ്ടിയിട്ടാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരവ് ചെലവുകൾ അക്കൗണ്ട് ചെയ്യുന്നതിനായിട്ടുള്ള ആപ്ലിക്കേഷനാണ് സാഖ്യ. ഇത് രൂപകൽപ്പന ചെയ്തത് ഇൻഫർമേഷൻ കേരള മിഷൻ IKM ആണ് സാഖ്യ എന്ന ആപ്ലിക്കേഷൻ വികസിപ്പിച്ചെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേരാണ് സ്ഥാപന. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടി എസ്റ്റാബ്ലിഷ്മെന്റ് കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ആണ് സ്ഥാപന. മൂന്നാമത്തെ ചോദ്യം നോക്കാം. നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ സോഫ്റ്റ്വെയർ ആണ് സഞ്ചിത എന്ന പേരിൽ അറിയപ്പെടുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും അടങ്ങിയ സോഫ്റ്റ്വെയർ ആണ് സഞ്ചിത. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം, പദ്ധതി പുരോഗതി എന്നിവ രേഖപ്പെടുത്തൽ ഇവയ്ക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സുലേഖ. സുലേഖ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പദ്ധതി രൂപീകരണം, അംഗീകാരം, പദ്ധതി നിർവഹണം, പദ്ധതി പുരോഗതി രേഖപ്പെടുത്തൽ എന്നിവയ്ക്കായിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സുലേഖ സോഫ്റ്റ്വെയർ. ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയുള്ള ഈ ഗവേണൻസ് സോഫ്റ്റ്വെയറെ കുറിച്ചാണ്. ഇത് കൃത്യമായിട്ട് പഠിക്കുക. ഇവിടെ പഠിച്ചത് സാഖ്യ, സ്ഥാപന, സഞ്ചിത, സുലേഖ ഈ 4 സോഫ്റ്റ്വെയറുകളും സെറ്റായ. ഇനി നമുക്ക് 5ാമത്തെ പദ്ധതി ഏതാണെന്ന് നോക്കാം. 5ാമത്തെ പദ്ധതി ഏതാണെന്ന് നോക്കുന്നതിന് മുമ്പേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യം ഞാൻ നിങ്ങൾക്കായി നൽകുന്നു. ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. 2024 ഓഗസ്റ്റ് 1-ാം തീയതി ചാർജ് എടുത്ത UPSC ചെയർമാൻ ആരാണ്? 2024 ഓഗസ്റ്റ് 1-ാം തീയതി UPSCയുടെ ചെയർമാനായി നിയമിതയായ വ്യക്തി ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. നമ്മുടെ ടാലന്റ് പ്ലസ് ഗ്രൂപ്പിൽ ഈ കറണ്ട് അഫയേഴ്സ് നൽകിയതാണ്. എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. PSC പരീക്ഷകളുമായി ബന്ധപ്പെട്ട കൂടുതൽ അറിവുകൾക്കായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഡസ്ട്രൽ ഭൂപടം, വാർഡ് ഭൂപടം എന്നിവയടങ്ങിയ ഭൂപട വ്യൂഹം തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സചിത്ര. ഒന്നുകൂടെ പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഡസ്ട്രൽ ഭൂപടം, വാർഡ് ഭൂപടം എന്നിവയടങ്ങിയ ഭൂപട വ്യൂഹം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് സചിത്ര. ഇപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് സ്ഥാപന, സഞ്ചിത, സുലേഖ, സചിത്ര, സാഖ്യ ഈ 5 പോയിന്റുകളും പഠിച്ചു. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണ്? സങ്കേതം ആണ്. കെട്ടിട
നിർമ്മാണ പെർമിറ്റ് അനുവദിക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ. നെക്സ്റ്റ്, ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന സിവിൽ രജിസ്ട്രേഷൻ. ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ നടത്തുന്നതിനും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുമുള്ള സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേരാണ് സേവന സിവിൽ രജിസ്ട്രേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവ അവശ്യ വിഭാഗത്തിന് സഹായമെത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന. സേവന സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ എന്നിവ അവശ്യ വിഭാഗത്തിന് സഹായമെത്തിക്കുന്ന സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനത്തിനുള്ള സോഫ്റ്റ്വെയർ ആണ് സേവന സോഫ്റ്റ്വെയർ. സേവന സോഫ്റ്റ്വെയറും സേവന സിവിൽ രജിസ്ട്രേഷനും തമ്മിൽ മാറിപ്പോകരുത്. കൃത്യമായിട്ട് പഠിക്കുക. നോട്ടുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പഞ്ചായത്ത്, നഗരസഭ സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്കുള്ള വിവരവിനിമയ പാക്കേജ് സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേരെന്താണ്? സകർമ്മ. എന്താണ് സകർമ്മ സോഫ്റ്റ്വെയർ? ഒന്നുകൂടെ പറയാം. പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ സെക്രട്ടറി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി, സ്റ്റിയറിംഗ് കമ്മിറ്റി തുടങ്ങിയ ഔദ്യോഗിക കമ്മിറ്റി തീരുമാനങ്ങൾക്കുള്ള വിവരവിനിമയ പാക്കേജ് സോഫ്റ്റ്വെയറിനെ അറിയപ്പെടുന്ന പേരാണ് സകർമ്മ സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ സുഗമ. പൊതുമരാമത്ത് പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേരാണ് സുഗമ. നെക്സ്റ്റ് പോയിന്റ്. കേരളത്തിന്റെ ഇലക്ട്രോണിക്സ് സാക്ഷരതാ പ്രചാരണ പദ്ധതി ഞാനും ഡിജിറ്റലായി. കേരളത്തിന്റെ ഇലക്ട്രോണിക് സാക്ഷരത പ്രചാരണ പരിപാടി അറിയപ്പെടുന്ന പേരെന്താണ്? ഞാനും ഡിജിറ്റലായി എന്നതാണ്. 12ാമത്തെ ചോദ്യം. കേരളത്തിന്റെ ഡിജിറ്റൽ മാധ്യമ സാക്ഷരതാ പരിശീലന പരിപാടിയാണ് സത്യമേവ ജയതേ. കേരളത്തിന്റെ ഡിജിറ്റൽ മാധ്യമ സാക്ഷരതാ പരിശീലന പദ്ധതിയാണ് സത്യമേവ ജയതേ. അവിടെ കൺഫ്യൂഷൻ ആവരുത്. ഞാനും ഡിജിറ്റലായി എന്താണ്? കേരളത്തിന്റെ ഇലക്ട്രോണിക് സാക്ഷരതാ പ്രചാരണ പദ്ധതിയാണ് ഞാനും ഡിജിറ്റലായി എന്നത്. കേരളത്തിന്റെ ഡിജിറ്റൽ മാധ്യമ സാക്ഷരതാ പരിശീലന പരിപാടി അറിയപ്പെടുന്ന പേര് സത്യമേവ ജയതേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ അറിയപ്പെടുന്ന പേരാണ് സംവേദിത. സംവേദിത സോഫ്റ്റ്വെയർ എന്തിനുള്ളതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് ലഭ്യമാക്കുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സംവേദിത സോഫ്റ്റ്വെയർ. ഈ വീഡിയോയിലെ 2ാമത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യം ഇതാ. 2023 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ഈ ചോദ്യത്തിന്റെ കൂടെ 2020, 2021, 2022 ഈ 3 വർഷവും വയലാർ അവാർഡ് ജേതാക്കൾ ആരാണെന്ന് നമുക്ക് പഠിച്ചു വെക്കാം. 2020 വയലാർ അവാർഡ് ലഭിച്ചത് ഏഴാച്ചേരി രാമചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ ഒരു വെർജീനിയൻ വെയിൽക്കാലം എന്ന കൃതിക്കാണ് 2020 ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് ലഭിച്ചത്. 2021 ബെന്യാമിനാണ് വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന പുസ്തകത്തിനാണ് ബെന്യാമിന് 2021 വയലാർ അവാർഡ് ലഭിച്ചത്. 2022 വയലാർ അവാർഡ് ലഭിച്ചത് എസ് ഹരീഷ് മീശ എന്ന നോവലിനാണ് അദ്ദേഹത്തിന് 2022 വയലാർ അവാർഡ് ലഭിച്ചത്. ഇവിടുത്തെ ചോദ്യം എന്താണ്? 2023 വയലാർ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? കൂടെ പുസ്തകത്തിന്റെ പേരും എഴുതുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും സഹായകമാവുന്ന സോഫ്റ്റ്വെയറിന്റെ പേര് എന്താണ്? ഉത്തരം സൂചിക. ഫയലുകളുടെ നീക്കങ്ങൾ രേഖപ്പെടുത്തുന്നതിനും മോണിറ്റർ ചെയ്യുന്നതിനും ടച്ച് സ്ക്രീൻ സംവിധാനത്തിലൂടെ ഫയലുകളുടെ നിജസ്ഥിതി പൊതുജനങ്ങൾക്ക് അറിയുന്നതിനും സഹായകമാവുന്ന സോഫ്റ്റ്വെയറാണ്
സൂചിക സോഫ്റ്റ്വെയർ. നെക്സ്റ്റ് വസ്തുനികുതി, തൊഴിൽ നികുതി, റെന്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ. സഞ്ജയ സോഫ്റ്റ്വെയർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്? വസ്തുനികുതി, തൊഴിൽ നികുതി, റെന്റ് ഓൺ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് തുടങ്ങിയ റവന്യൂ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സോഫ്റ്റ്വെയർ ആണ് സഞ്ജയ സോഫ്റ്റ്വെയർ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഇ ഗവേണൻസ് സോഫ്റ്റ്വെയറുകളാണ് നമ്മളിവിടെ പഠിച്ചത്. 15 എണ്ണമാണ് വളരെ പ്രധാനപ്പെട്ടത്. ആ 15 എണ്ണവും നിങ്ങൾക്ക് സെറ്റായി എന്ന് വിചാരിക്കുന്നു. അതിന് കൂടെ കുറച്ച് പോയിന്റ്സ് കൂടെ പഠിക്കാം. അക്ഷയയെ കുറിച്ച് നോക്കാം. കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ. ഇവിടെ കൺഫ്യൂഷൻ വരുന്ന ഒരു ചോദ്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ ഇലക്ട്രോണിക് സാക്ഷരതാ പ്രചാരണ പരിപാടി ഞാനും ഡിജിറ്റലായി എന്നതാണ്. കേരള സർക്കാർ രൂപം നൽകിയ കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതി ചോദിച്ചാൽ അതിനുത്തരം അക്ഷയ എന്നാണ്. ഇന്ത്യയിൽ ജില്ലാടിസ്ഥാനത്തിൽ ആദ്യമായി നടപ്പിലാക്കിയ ഈ സാക്ഷരതാ പദ്ധതിയാണ് അക്ഷയ പദ്ധതി. വിഷൻ മാനേജ്മെന്റ് അവസരങ്ങളുടെ ജാലകം എന്നതാണ് ഇതിന്റെ മോട്ടോ ആയിട്ട് വരുന്നത്. ഉദ്ഘാടനം ചെയ്തത് APJ അബ്ദുൽ കലാം. APJ അബ്ദുൽ കലാമാണ് അക്ഷയ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. 2002 നവംബർ 18 തുടക്കം കുറിച്ച ജില്ല മലപ്പുറം ജില്ലയാണ്. ബ്രാൻഡ് അംബാസിഡർ മമ്മൂട്ടി. കാഴ്ച പരിമിതിയുള്ളവർക്ക് പരിശീലനം നൽകുന്ന അക്ഷയ പദ്ധതിയാണ് ഇൻസൈറ്റ്. കാഴ്ച പരിമിതിയുള്ളവർക്ക് പരിശീലനം നൽകുന്ന അക്ഷയ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് ഇൻസൈറ്റ്. എന്റെ ഗ്രാമം പദ്ധതിയെ കുറിച്ച് കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. യുനെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സ്റ്റേറ്റ് IT മിഷൻ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്തിവരുന്ന ഒരു പ്രൊജക്റ്റാണ് എന്റെ ഗ്രാമം പ്രൊജക്റ്റ്. തുടങ്ങിയത് കണ്ണൂർ ജില്ലയിലാണ്. എന്താണ് എന്റെ ഗ്രാമം പ്രൊജക്റ്റ് എന്ന് നോക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചരിത്രം, അടിസ്ഥാന വിവരങ്ങൾ, കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, വ്യവസായം, സാംസ്കാരികം, വിനോദസഞ്ചാരം തുടങ്ങിയ സമസ്ത മേഖലയുടെയും സമ്പൂർണ്ണ വിവരശേഖരം ലഭ്യമാക്കുന്ന കമ്മ്യൂണിറ്റി വെബ് പോർട്ടൽ നിർമ്മാണമാണ് എന്റെ ഗ്രാമം പദ്ധതി. ഓക്കെ, എന്താണ് എന്റെ ഗ്രാമം പദ്ധതി എന്ന് മനസ്സിലായല്ലോ. ആരുടെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്? യുനെസ്കോയുടെ സഹായത്തോട്, അതായത് യുനെസ്കോയുടെ സാമ്പത്തിക സഹായത്തോടെ കേരള സ്റ്റേറ്റ് IT മിഷൻ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നടത്തിവരുന്ന പ്രൊജക്റ്റാണ് എന്റെ ഗ്രാമം പ്രൊജക്റ്റ്. ഇത് ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് എന്നുകൂടെ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഈ പോയിന്റോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ ചോദിച്ചിരിക്കുന്ന 2 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾക്ക് ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക. കറണ്ട് അഫയേഴ്സ് കൈവിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ്. വിജയിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഇത്തരം ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തി പഠിക്കാം. കൂടുതൽ പേർ ഒരു മത്സര ബുദ്ധിയോടുകൂടി ഉത്തരം ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താം. ഒരു വീഡിയോയിൽ മിനിമം 5 or 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ കറണ്ട് അഫയേഴ്സും പഠിച്ചു പോകാം. ഓക്കെ, എല്ലാവരും റെഡിയാണല്ലോ. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ. ഗുഡ് ബൈ, സീ യു സൂൺ.